യുദ്ധത്തിന്റെ ഒന്നാം വാർഷികത്തിൽ വടക്കൻ ഗാസയിലും തെക്കൻ ബെയ്റൂട്ടിലും ആക്രമണം ശക്തമാക്കി ഇസ്രായേൽ. ഗാസ മുനമ്പിൽ അഭയകേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന മോസ്കിനു നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 19 പേർ കൊല്ലപ്പെട്ടു. ഭീകരർ ദെയ്ർ അൽ ബലാഹിയിലെ പ്രധാന ആശുപത്രിക്ക് സമീപമുള്ള മോസ്കിൽ ഒളിച്ചിരിപ്പുണ്ടെന്ന രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു ആക്രമണം. യുദ്ധത്തെ തുടർന്ന് പലായനം ചെയ്തവർ കഴിഞ്ഞിരുന്ന അഭയകേന്ദ്രമാണ് ആക്രമിക്കപ്പെട്ടത്. ദെയ്ർ അൽ ബലാഹിലെ ടൗണിലെ അഭയകേന്ദ്രമായ സ്കൂളിന് നേർക്കുണ്ടായ ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടു. തീവ്രവാദികൾക്ക് നേർക്കാണ് ആക്രമണമുണ്ടായതെന്ന് ഇസ്രായേൽ പറയുന്നുണ്ടെങ്കിലും ഇതിനുള്ള തെളിവുകൾ പുറത്തുവിട്ടിട്ടില്ല. മോസ്കിൽ കൊല്ലപ്പെട്ടവരെല്ലാം പുരുഷന്മാരായിരുന്നുവെന്ന് ആശുപത്രി രേഖകൾ കാണിക്കുന്നു. വടക്കൻ ഗാസയിലെ ജബാലിയയിൽ വീണ്ടും കരാക്രമണത്തിനും വ്യോമാക്രമണങ്ങൾക്കും ഇസ്രായേൽ തയ്യാറെടുക്കുകയാണ്. പ്രദേശത്ത് ടാങ്കുകൾ നീങ്ങുന്നതിന്റെ ചിത്രങ്ങളും വീഡിയോകളും പ്രചരിക്കുന്നുണ്ട്. ജബാലിയ വളഞ്ഞതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. തങ്ങൾ യുദ്ധത്തിന്റെ പുതിയ ഘട്ടത്തിലാണെന്നും ഈ പ്രദേശങ്ങൾ അപകട മേഖലയാണെന്നും സൈന്യം ഇവിടെ വിതറിയ നോട്ടീസിൽ പറയുന്നു. വടക്കൻ ഗാസയിലുടനീളം കനത്ത ആക്രമണം നടക്കുന്നതായാണ് പലസ്തീൻ നിവാസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നിരവധി വീടുകളും കെട്ടിടങ്ങളും ബോംബാക്രമണത്തിൽ തകർന്നു. ജബാലിയയിലെ വീടിനു നേർക്കുണ്ടായ വ്യോമാക്രമണത്തിൽ തന്റെ മാതാപിതാക്കളടക്കം 12ഓളം കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടതായി പലസ്തീൻ നിവാസി ഇമാദ് അൽ-അരബിത്ത് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. തെക്കൻ ഗാസയിലെ സുരക്ഷിത മേഖലയിലേക്ക് ആളുകൾ നീങ്ങണമെന്നും ഇസ്രായേൽ സൈന്യം അറിയിച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ ഇതിനകം തന്നെ ഇവിടെ അഭയം തേടിയിട്ടുണ്ട്. കൂടാരമടിച്ചു കഴിയുന്നവർക്ക് ഭക്ഷണമോ വെള്ളമോ ശൗചാലയങ്ങളോ ഒന്നുമില്ലെന്ന് സന്നദ്ധ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു.